തനിക്കെതിരായ ആരോപണത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിനെതിരെ നിയമ നടപടിയുമായി ആന്റോ ആന്റണി MP രംഗത്ത് വന്നു. ഉദയഭാനു ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആന്റോ ആന്റണി വക്കീൽ നോട്ടീസ് അയച്ചു. തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആന്റോ ആന്റണിക്കെതിരെ ഉദയഭാനുവിന്റെ ആരോപണം. പത്തനംതിട്ടയിലെ ഷിജോ കുര്യൻ തത്സമയം ടെലിഫോണിൽ ചേരുന്നു. പറയൂ ഷിജോ. ഗുഡ് മോർണിംഗ്. നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഈ ധനകാര്യ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവും പത്തനംതിട്ട ലോക്സഭാ MP ആന്റോ ആന്റണിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. വലിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് ആന്റോ ആന്റണി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും KP ഉദയഭാനുവിന്റെ ആരോപണം. ഇതിനകത്ത് KP ഉദയഭാനുവിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കും എന്നുള്ള കാര്യം ആന്റോ ആന്റണി ഇന്നലെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് KP ഉദയഭാനുവിന് അയച്ചിരിക്കുന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആന്റോ ആന്റണിയുടെ വക്കീൽ നോട്ടീസ്. ഈ വക്കീൽ നോട്ടീസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സമൂഹ മാധ്യമത്തിലൂടെ അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ പ്രസ്താവനകളാണ് ഉദയഭാനു നടത്തിയത്. ഉദയഭാനു ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ശ്രമം സമൂഹ മാധ്യമത്തിലൂടെ നടത്തി. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ 15 ദിവസത്തിനകം, നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനകം അത് റിമൂവ് ചെയ്യണം. അതിനുശേഷം നിരുപാധികം ക്ഷമ പറയണം. അതല്ല എങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും KP ഉദയഭാനുവിനോട് ആന്റോ ആന്റണി വക്കീൽ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും KP ഉദയഭാനു പറഞ്ഞത്, നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് ആൻഡ് സിൻഡിക്കേറ്റ് ധനകാര്യ സ്ഥാപനത്തിൽ തന്ത്രി കണ്ഠരര് രാജീവന് 2.5 കോടി രൂപ നിക്ഷേപമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആന്റോ ആന്റണി 2 കോടി രൂപ അവിടുന്ന് പണം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 20 ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളാണ് KP ഉദയഭാനു പറഞ്ഞിരുന്നത്. ആ കാര്യത്തിനകത്താണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് ആന്റോ ആന്റണി KP ഉദയഭാനുവിന് അയച്ചിരിക്കുന്നത്. ഓക്കെ, റാന്നിയിലെ അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു വഴിയാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.